നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ഗതാഗത മന്ത്രി ശ്രീ കെ.പി. ഗണേഷ് കുമാറിൻ്റെ ഒരു പത്രസമ്മേളനം കണ്ടു. വിവരം ഉള്ള ഒരു മന്ത്രി, പിണറായി മന്ത്രിസഭയിൽ അവസാനമായിട്ട്, അതായത് ലേറ്റായി വന്ന വിവരമുള്ള ഒരു മന്ത്രിയായിട്ടാണ് എനിക്ക് കെ.പി. ഗണേഷ് കുമാറിൻ്റെ തോന്നുന്നത്. 2023 അദ്ദേഹം ഗതാഗത മന്ത്രിയായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. മുമ്പ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തയുള്ള വിവരമുള്ള ഒരേ ഒരു മന്ത്രിയായിരുന്നു ശ്രീ കെ.പി. ഗണേഷ് കുമാർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ ഒരു ആപ്പ് കൊണ്ടുവരുന്നു, ചലോ ആപ്പ്. ബസ് എവിടെ എത്തിയെന്നും ബസ്സിൽ എത്ര സീറ്റ് ഉണ്ടെന്നും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്കിനി അറിയാൻ സാധിക്കും. ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് ബസ് എവിടെ എത്തിയെന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നമുക്കിനി അറിയാൻ സാധിക്കും ചലോ ആപ്പിലൂടെ. അടുത്ത മാസം മുതൽ അത് വരുന്നുവെന്നാണ് കേൾക്കുന്നത്. അതുപോലെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ബസ് കൺസെഷൻ കാർഡ്, ഒരു ചിപ്പ് വെച്ചിട്ട് ഒരു കാർഡ്, ഒരു ATM കാർഡ് സംവിധാനം പോലെ ഒരു കാർഡാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഫുൾ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. ഒരു 100 രൂപയോ 150 രൂപയാണ്ട് തുടക്കത്തിൽ റീചാർജ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതായത് അത്രയും വിവരവും ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാനുമുള്ള ഒരു മന്ത്രിയാണ് ശ്രീ കെ.പി. ഗണേഷ് കുമാർ. ബസ്സുകൾ കാലിയായിട്ട് ഓടുന്നതിന് പകരം ബസ്സുകൾ ഷെഡിലിടുക. അതായത് ഉച്ച സമയത്ത് ആൾക്കാർ കുറവാണെങ്കിൽ, ആ സമയത്ത് ബസ്സുകളുടെ ആവശ്യമില്ലെങ്കിൽ ആ ട്രിപ്പ് അവിടെ ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് കണ്ടക്ടർക്കോ ഡ്രൈവർക്കോ ശമ്പളത്തിന് കുറവും സംഭവിക്കില്ല എന്നാണ് ഇന്നലെ കെ.പി. ഗണേഷ് കുമാർ പറഞ്ഞത്. അത് വളരെ നല്ല കാര്യമാണ്. വെറുതെ ഡീസലും ഇങ്ങനെ ഓടുന്നതിന് എത്രയോ നല്ലതാണ് ബസ് വെറുതെ കിടക്കുന്നതും ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് അടുത്ത ട്രിപ്പ് ഓടുന്നതും നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. അങ്ങനെ പല പല പുതു കാര്യങ്ങൾ കെ.പി. ഗണേഷ് കുമാർ കൊണ്ടുവരുന്നു. അഭിനന്ദനങ്ങൾ. ഇതുപോലുള്ള ഒരു മന്ത്രിയാണ് നമുക്ക് ആവശ്യമുള്ളത്.